ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഇന്ന് നമുക്കൊരു ചുരിദാറിൻ്റെ ഫുൾ സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്. ഷോള് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, പക്ഷേ അവർ ആ ഒരു ഫുൾ അതുപോലെ എടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ. അപ്പോൾ അതിൽ നെക്ക് ഡിസൈനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വളരെ നൈസായിട്ടൊരു തുണിയാണ്. ഇതിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ലൈനിങ്ങിനായിട്ട് ഈ ഒരു തുണി തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പാൻറ്റ് തയ്ക്കാനുള്ള തുണിയാണ്. ഇത് ചെറിയൊരു ഗ്ലൈസിങ് ഉള്ളതുകൊണ്ട് ഇത് തന്നെയാണ് അതിലേക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സെറ്റ് അങ്ങനെ ആയിരിക്കാം ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം പാൻറ്റ് തയ്ക്കണം. പിന്നെ അതിൽ നിന്നും ബാലൻസ് ഉള്ളത് എന്നുള്ളതല്ല, എന്തായാലും ബാലൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം. അപ്പോൾ നമുക്കിതിന്നൊരു 2 മീറ്ററാണ് നമുക്ക് ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി, അതായത് സൈഡിൽ ഞൊറിവ് വെച്ചിട്ടുള്ള പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് നോക്കിയപ്പോൾ അവരുടെ ക്രോച്ചിൻ്റെ അളവ് വരുന്നത് ഒരു 17-16 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ 1.5 മീറ്റർ 2 മീറ്റർ എടുത്തില്ല, 1.5 മീറ്റർ തുണിയാണ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. 1.5 മീറ്റർ തുണി നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഒന്ന് 4 ആക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലെയിൻ തുണി ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ആ ലെങ്ത്തും ക്രോച്ചിൻ്റെ അളവും കറക്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കിയിടാം. പക്ഷേ നമുക്കിതിൽ വർക്കൊക്കെ ഉള്ള ഒരു തുണിയാണെങ്കിൽ ആ വർക്കിനനുസരിച്ചിട്ട് തുണി നമ്മൾ മടക്കിയിടണം. അപ്പോൾ തുണി ഞാൻ മടക്കിയിട്ടതിന് ശേഷം മുകളിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ അളവുകളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിടാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അവർ അളവിന് തന്നിട്ടുള്ള പാൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നില്ല. ആ ഞൊറിവൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഭാഗത്തു നിന്ന് താഴെ വരെയുള്ള മെഷർമെൻറ്റാണ് ഞാൻ എടുക്കുന്നത്. അതുവരെയുള്ള ഒരു മെഷർമെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ അളവ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയിട്ടുള്ള 32 നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തയ്യൽ തുമ്പ് ഒന്നും ചേർക്കാതെ വെറും 32, നമ്മൾ കറക്റ്റ് അതിൻ്റെ അളവ് എത്രയാണോ അതാണ് ഞാൻ 32 ചേർത്തിട്ടുള്ളത്. ഇനി താഴത്തേക്ക് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 2.5 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത്. അതായത് അടിവശം മടക്കി അടിക്കാൻ ഒരു 2 ഇഞ്ചും അതുപോലെ മുകളിൽ ഞൊറിവൊക്കെ ഇടുമ്പോൾ എന്തായാലും അവിടെ ഒരു 1/2 ഇഞ്ച് പോകുമല്ലോ, അങ്ങനെ 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു ബോട്ടം റൗണ്ട് നമ്മൾക്ക് നോക്കാം. ബോട്ടം റൗണ്ട് എനിക്കൊരു 5.5 കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബോട്ടം റൗണ്ട് 5.5 ഞാൻ അതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ 5.5 മാർക്ക് ചെയ്തു. ഇനി ആ 5.5 അവിടെ നിന്ന് ഒരു 1.5 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. അങ്ങനെ ഞാൻ മൊത്തം 7 ഇഞ്ചാണ് ഞാൻ എടുത്തത്. ഇനി നമ്മൾ താഴത്ത് വരച്ചിട്ടുണ്ടല്ലോ, ഒരു 2.5 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടെയും നമ്മളൊരു 7 ഇഞ്ച് നമ്മൾ മൊത്തം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ അതും കൂടെ നമ്മൾക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അപ്പോൾ താഴത്തത് ആണ് നമ്മുടെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്യൽ തുമ്പിൽ വെച്ചിട്ടല്ല നമ്മൾ 12 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുന്നത്. നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് കിട്ടുന്ന ഒരു അളവുണ്ടല്ലോ, അവിടെ നിന്നാട്ടോ നമ്മൾ 12 ഇഞ്ച് മുകളിലേക്ക് പിടിക്കുന്നത്. അതേപോലെ 12 ഇഞ്ച് നമ്മൾക്ക് നമ്മുടെ അളവിന് കിട്ടിയിട്ടുണ്ടല്ലോ, ആ അളവിന് കിട്ടിയതിലും കൂടി നമ്മൾ 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു റൗണ്ട് എത്രയാണ് വരുന്നത് ആ റൗണ്ടും കൂടെ ഒന്ന് നമ്മൾക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ആ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സൈഡിൽ എല്ലായിടത്തും 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചില ആളുകളൊക്കെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് കൊടുക്കുന്നില്ല, ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പായിട്ട്. നമുക്കിത് ലാസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചുരിദാറിന് വേണ്ടിയിട്ട് വരുന്ന വിരിച്ചലുണ്ടല്ലോ, ആ വിരിച്ചൽ എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് നോട്ട് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മുടെ താഴേക്കുള്ള ആ ഒരു തയ്യൽ വരുന്നുണ്ടല്ലോ, ആ താഴേക്കുള്ള ആ ഒരു തയ്യൽ വരുന്നതിൻ്റെ ആ ഒരു നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നീളം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 9 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ ഒരു 8 ഒക്കെ മതിയാവും. പക്ഷെ നമുക്ക് അളവിന് തന്നത് എത്രയാണോ അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ആദ്യം എത്രയാണോ നമുക്ക് ആദ്യം ആ ഒരു ഞെറിവിൻ്റെ വിരിച്ചൽ നമ്മൾക്ക് എത്രയാണ് കിട്ടിയത്, ആ വിരിച്ചൽ നമ്മളൊന്ന്
ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട്, അതായത് നമ്മൾ ആ താഴത്തേക്കുള്ള ലെങ്ത്ത് നോക്കിയില്ല, അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടേക്കായിട്ട് നമ്മൾ ഞൊറിച്ചിലിൻ്റെ വിരിച്ചിൽ എത്ര വരുന്നുണ്ട് അതും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൊടുത്തു. ഇനി നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ചെറിയൊരു നമ്മൾ കൈക്കുഴിയൊക്കെ വരയ്ക്കില്ലേ, ഒരു കർവായിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ കൈക്കുഴിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഷേപ്പ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി സ്കെയിൽ ഉപയോഗിച്ചിട്ടൊക്കെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് സ്കെയിൽ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേഗം ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് തയ്യൽ തുമ്പിലൂടെയാണ്. അപ്പോൾ തയ്യൽ തുമ്പിലൂടെ മാർക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ കുറച്ചൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു ബാൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാൻഡ് കട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസിന് നമുക്ക് കറക്റ്റ് അതിൻ്റെ നീളവും വീതിയൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുകൾ വശത്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ മാത്രമല്ല സൈഡിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ചില തുടികളൊക്കെ ഉള്ളിലോട്ട് അധികമായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അവിടെ നിന്ന് ആണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടത്, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം. 4 പീസ് തുണിയാണ് കേട്ടോ നമ്മളിതുപോലെ വിരിച്ചിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ 4ഉം ഇത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പാൻറ്റിൻ്റെ ആ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ആ പാൻറ്റിൻ്റെ നീളം ഒന്ന് മെഷർ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ അളവിനെടുത്ത ചുരിദാറിൻ്റെ പാൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാൻഡിൻ്റെ നീളം വന്നിട്ട് ഒരു 12 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആ ഒരു 12 ഇഞ്ച് നമ്മൾ ഈ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, കറക്റ്റ് 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. കറക്റ്റ് 12 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പായിട്ടൊരു 3.5 ഇഞ്ച് ഇടുന്നുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് ഇടാൻ കാരണം അതിന് നമ്മൾ 4 പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ത്രെഡ് ഇടുന്ന ഭാഗത്ത് ഓരോരോ ഇഞ്ചേശയും പോകും. നമുക്ക് അതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ മൊത്തം ഞാനൊരു 15.5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ബാൻഡിൻ്റെ ഇറക്കമാണ് കേട്ടോ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ ഇറക്കം നമ്മൾക്കൊന്ന് മെഷർ ചെയ്യാം. എന്നിട്ട് ബാൻഡിൻ്റെ ഇറക്കം മെഷർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് എത്രയാണോ നമുക്കത് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു പീസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ബാൻഡിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് താഴെ നമ്മൾക്ക് ആ ഞൊറിവൊക്കെ വെച്ചടിക്കുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോവും. അതുപോലെ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 2 ഇഞ്ച് പോവും. അങ്ങനെ മൊത്തം ഞാൻ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ഒരു സ്ക്വയർ ടൈപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ടിങ് കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന പീസുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ത്രെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ ത്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് നമ്മൾ ചെറുതായി മടക്കി അടിച്ചിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ 4 പീസ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകൾ വശം അത് ഒറ്റ തവണ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 മടക്ക് വേണ്ട കേട്ടോ, ഒറ്റ തവണ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ മുകൾ വശം ഒറ്റ തവണ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ നമ്മളിതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒറ്റ തവണ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 തവണ മടക്കണ്ട, ഒറ്റ തവണ തന്നെ ഈ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. 2 സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ആ 2 സൈഡും നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കില്ലേ ചുരിദാർ കെട്ടിയിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചുരിദാറിൻ്റെ പാൻറ്റ് കെട്ടിയിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുവരെ നമ്മൾ തയ്ച്ചിട്ട് അവിടെ നിർത്തുക. അതിനുശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഓപ്പൺ തയ്ക്കുന്ന പോലെ ആ സൈഡ് 2ഉം അങ്ങ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് പാൻറ്റിൻ്റെ ത്രെഡ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഹോളുണ്ടല്ലോ അതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്കിതിന് മുകളിൽ അതിന് താഴത്തുള്ള ഭാഗങ്ങളുണ്ടല്ലോ ആ ക്രോച്ചൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് വേണ്ട സൈഡിൽ വേണ്ട ഞൊറിവുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ ത്രെഡ് ഇട്ടിട്ട് കെട്ടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് കാണുക. അതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോച്ചിൻ്റെ ഇതുണ്ടല്ലോ അത് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. 2 കാല് വരുന്ന ഭാഗമില്ലേ അത് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് അടിച്ചതിന് ശേഷം വേണം ആ സൈഡൊന്ന് അവിടെ വെച്ച് അടിക്കാൻ കേട്ടോ. 2 കാലിൻ്റെ അളവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ആ 2 മെറ്റീരിയലിൻ്റെയും ക്രോച്ചുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ക്രോച്ചുകൾ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ വശം നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ത്രെഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ക്രോച്ച് കറക്റ്റ് ഷേപ്പിൽ 1/2 ഇഞ്ച് തന്നെ എടുത്താൽ മതി. 1/2 ഇഞ്ചിൽ തയ്ച്ചതിന് ശേഷം വേണം നമ്മൾ അവിടെ വെച്ച് ആ ബാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പാൻറ്റിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അളവിൻ്റെ പാൻറ് ഉണ്ടല്ലോ അതിൻ്റെ അളവിൽ നിന്ന് എവിടെയാണോ നമുക്ക് ഞെറിവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ അളവ് കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് തയ്ച്ചിട്ട് ഒരു 8 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞെറിവ് വരുന്നത്. അപ്പോൾ സൈഡിലാണല്ലോ നമുക്ക് ഞെറിവ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ സൈഡ് മാത്രം ഒഴിച്ച് വിട്ടിട്ട് ബാക്കിയുള്ള സൈഡ് നമ്മളൊരു 8 ഇഞ്ച് തയ്ച്ച് നിർത്തി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എല്ലാ സൈഡും 8 ഇഞ്ച് തയ്ച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗമാകുമ്പോൾ 16 ഇഞ്ച് ഫ്രണ്ടിലും 16 ഇഞ്ച് ബാക്കിലും സൈഡ് മാത്രം ഒഴിച്ചു വിടുക. എന്നിട്ട് നമുക്ക് ഞെറിവ് വെച്ച് കൊടുക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എല്ലാ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരുമിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ അതിൻ്റെ ഒപ്പം ഞെറിവും വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതാണ് നല്ലത്. നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ആദ്യം 8 ഇഞ്ച് എല്ലായിടത്തും അടയാളപ്പെടുത്തി തയ്ച്ച് മാറ്റിയതിന് ശേഷം സൈഡിൽ ഞെറിവിട്ട് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഞെറിവിട്ട് നമ്മുടെ പാൻറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശം ഉണ്ടല്ലോ, അടിവശം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അടിവശം മടക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടെ നമ്മൾ ഫുൾ ലെങ്ത്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഒരു പക്ഷേ ചിലപ്പോൾ കൂടുതലായിരിക്കും, എനിക്കൊരു കുറച്ച് കൂടുതലായിരുന്നു, കുറച്ച് വെച്ചാൽ ഒരു 1 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടിവശം മടക്കി തയ്ച്ചു കൊടുക്കാൻ. അടിവശം മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ഇഞ്ച് നമ്മൾ കറക്റ്റ് നമ്മുടെ ലാസ്റ്റ് ബോട്ടം റൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.